ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ ലോജിടെക്കിന്റെ പെബിൾ കീസ് 2 K380S എന്നുള്ള മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 2-3 ഡിവൈസ് ഒരുമിച്ച് ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ടാബിൽ കണക്ട് ചെയ്യാം, ഫോണിൽ കണക്ട് ചെയ്യാം, അതുപോലെ നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 20F എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ റൂം നമ്പറാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമുക്കിതിന് അൺബോക്സ് ചെയ്യാം. നമുക്ക് പിച്ചാത്തി എടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യാൻ വെച്ചാൽ പാടൊക്കെയാണ്. ഓക്കെ, തുറന്ന് നോക്കാം ഏത് കളറായിരിക്കുമോ എന്തോ. അത് ഇങ്ങനെ തുറക്കാൻ പറ്റത്തില്ലല്ലേ, ഇവിടെ എന്തൊക്കെയോ ചെയ്യാറുണ്ട്. ഇതിങ്ങനെ തുറന്ന് ഊരിയെടുക്കുന്ന ഞാൻ തോന്നുന്നു. ഊരിയൊക്കെ പൊളിച്ചെടുക്കേണ്ടി വരുമോടെ. അകത്ത് കാണാം, നമുക്ക് അപ്പുറത്ത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, ഇതിലേക്ക് ഇട്ടിട്ട് ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഓ, സൈഡിൽ നിന്നാണ് തുറക്കണ്ട. സോറി ഗൈസ്, മിസ്റ്റേക്ക് പറ്റി. ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും കാര്യമുള്ളായിരുന്നു. ഇങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്യാം. വാവ്, അമേസിങ്. അവർ ലോജി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാസ്സി സാധനമാണ് പണ്ട് തൊട്ടേ. അതുകൊണ്ട് ക്ലാസ് ഫീലാണ് എല്ലാ പ്രോഡക്റ്റ്. അവരുടെ മൗസ് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫിനിഷിങ്ങാണ്. കൊള്ളാം കേട്ടോ, നൈസ് സാധനം. നമുക്കിനി പുറത്തെടുത്ത് നോക്കാം അതിനെ ഒന്ന്. ഓക്കെ, ഓ, ഇതിന് ഇൻബിൽട്ട് ബാറ്ററി തന്നിട്ടുണ്ട് അവർ. ഇത് 2 years ആണ് ബാറ്ററിയുടെ ബാക്കപ്പ് പറയുന്നത്. 2 വർഷം വരെ നമുക്ക് ബാറ്ററി മാറണ്ട. അതുപോലെ റീചാർജബിൾ അല്ല, ബാറ്ററി മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നമുക്ക് ഒരു ടേൺ ഓൺ ബട്ടൺ ഉണ്ട്, ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിൽ എന്താണ്, 3 ഡിവൈസ് സ്വിച്ച് ചെയ്യാനുള്ള കീപാഡ് ഉണ്ട്. ഓക്കെ, നൈസാണ് കേട്ടോ, കൊള്ളാം. നല്ല വെയിറ്റ് ഒന്നുമില്ല, നൈസാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് വെച്ചിട്ട് സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ബോക്സിൽ വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഒരു ഇതിൻ്റെ ഇൻഫർമേഷൻ പേപ്പറുണ്ട്, എന്താണെന്നൊക്കെ ഉള്ള. മാക്കിൽ ഇന്ന സൈറ്റിൽ പോയി സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പെബിൾ K3 എന്നടിക്കേണ്ട ബ്ലൂടൂത്ത് നെയിം എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. വേറെ മാനുവൽ, യൂസർ മാനുവൽ ഉണ്ട്. അത് ചൈനയാണ്, നമുക്കറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒന്ന് ഓണാക്കി നോക്കിയാലോ. എങ്ങനെ ബാറ്ററി ഈ വയറൊന്ന് മാറ്റിയാൽ അല്ലെങ്കിൽ തുറന്ന് നോക്കാം നമുക്ക്. ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട്, നൈസായിട്ടൊന്ന് വലിക്കാം നമുക്ക്. ഓക്കെ, ബാറ്ററി ഇട്ടിട്ടുണ്ട്. തിരിച്ച് അടച്ചു വെക്കാം പഴയ പോലെ. ഇങ്ങനെയാണോ? അല്ല, തല ഇരിച്ചു പോയി, സോറി ഗൈസ്. സൈഡിട്ട് ഓക്കെ, സെറ്റ്. നമുക്ക് ഓൺ ആക്കാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ ബട്ടൺ നമുക്കൊന്ന് യെസ്, ബ്ലൂ ലൈറ്റ് കത്തിയിട്ട് ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. 1 2 3 ഏത് ഡിവൈസാണ് നമുക്ക് പെയർ ചെയ്യേണ്ടത് അതനുസരിച്ച് നോക്കാൻ പറ്റും. അത് കണ്ടോ, ലൈറ്റ് കണ്ടോ? സിമ്പിളാണ് സാധനം, ഭയങ്കര കട്ടിയൊന്നുമില്ല. ചെറിയ കീബോർഡ്, നമ്മുടെ മാക്ബുക്ക് എയറിൻ്റെ ഒക്കെ ഒരു കീബോർഡിൻ്റെ അതേ ഫീലുണ്ട്. സാധനം കൊള്ളാം. സ്ട്രോക്സ് ഒക്കെ ആണെങ്കിൽ നല്ല പുഷിങ് ഉള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഇതൊന്നുമില്ല, വാട്ടർ പ്രൂഫാണ് സാധനം. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് തന്നെ. പിന്നെ ഉള്ളത് സ്റ്റുഡിയോ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിന് വലിയ പ്രൈസ് വരുന്നില്ല. അറൗണ്ട് ഒരു 3000 അകത്തേ ഉള്ളൂ. നോക്കണം നമുക്ക്, 2099. ഓ, ഇതിൽ ഓഫർ 4195 എഴുതിയേക്കുന്നത്. നമുക്ക് എന്തായാലും 3000 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ആമസോണിലുണ്ട്, ഞാൻ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഒന്ന്. ഓക്കെ, നമുക്കിതെങ്ങനെ പെയർ ചെയ്യാൻ നോക്കാം. ബ്ലൂടൂത്ത് സെറ്റിങ്സ് എടുക്കുക, മെയിൻ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ പെബിൾ K380S അവിടെ കിടപ്പുണ്ടോ. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കീബോർഡിൽ തന്നെ ഡയറക്റ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിച്ചാൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവുന്നുണ്ട്. പെയർ ആയിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കീബോർഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. ഒന്ന് നോട്ട്സ് എടുക്കാം. ഓക്കെ, ന്യൂ നോട്ട്സ് എടുത്ത് ടൈപ്പ് ചെയ്യാനുള്ള എടുത്ത് വെൽക്കം ടു ന്യൂ അൺബോക്സിങ് വീഡിയോ. കൊള്ളാം കേട്ടോ, സാധനം പൊളി. യെസ്, നൈസ് കീബോർഡ്, സൂപ്പർ ഗൈസ്. എൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന അതേ കീബോർഡ് ഷോർട്ട് കട്ടൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മെനു എടുത്ത് വെച്ചേക്കുക, ഫോർ എക്സാമ്പിൾ ഗെയിം എടുത്ത് വെച്ചു. അപ്പോൾ ആ ഗെയിം ലോഡാകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മിനിമൈസ് ചെയ്യണം. എന്ത് ചെയ്യും? Windows D അടിച്ചാൽ മതി, ഫ്രണ്ടിൽ വരും, മനസ്സിലായോ? അതുപോലെ ഓൾട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ മറ്റേ സ്വിച്ച് ചെയ്യുന്ന കമാൻഡ്സ്, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഓൾട്ട് F4, അതൊക്കെ ഇതിൽ വർക്കാവുന്നുണ്ട്. ഇപ്പം കീബോർഡിൽ നമ്മൾ വിൻഡോസിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ ഫീച്ചേഴ്സ് നമുക്ക് ടാബിലും കിട്ടുന്നുണ്ടെന്നാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ കുറേ സാധനങ്ങൾ ഓണാക്കി വെച്ചു, ഇപ്പോൾ ഇത് ഓണാക്കി വെച്ചു, ഇതെല്ലാം ഞാൻ ഇപ്പോൾ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചെന്ന് വെച്ചോ.
എനിക്കിപ്പോൾ ഓൾഡ് ടാബ് അടിക്കുവാണെങ്കിൽ അതെല്ലാം സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടാബ് അടിച്ച് ഇഷ്ടമുള്ളതിൽ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസർ എടുക്കാമെന്ന് വെച്ചോ, പുതിയ ടാബ് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് കൺട്രോൾ എന്നെ അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് വരുവാണ്, മനസ്സിലായോ? ഇത് സംഭവം കൊള്ളാം, നമുക്കിപ്പം എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നമുക്കൊരു ഗെയിം കളിക്കുന്നത് നോക്കിയാലോ, എങ്ങനെയാണല്ലോ നോക്കാം. ഫങ്ഷനാലിറ്റി അപ്പം ഒരു ഗെയിം കളിച്ച് നോക്കിയാലോ, പ്ലേ എടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്ലേൻ്റെ നോക്കാം. Mau സ്പേസ് എടുത്താൽ കാണാൻ മിഷൻ കളിക്കുന്ന അതേ ശീലമുണ്ട് കേട്ടോ, സംഭവം കൊള്ളാം. അയ്യോ ഗായ്സ്, കണ്ടിട്ട് ഗായ്സ് സാരല്ല. പിന്നെ അതേപോലെ നമുക്ക് ഇതിൽ തന്നെ സൗണ്ട് കൂട്ടാം, കുറയ്ക്കാം. സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗൂഗിൾ സെർച്ച് കയറി വരുന്നുണ്ട്, വിൻഡോസ് 3 അടിക്കാം. അപ്പോൾ മൊത്തത്തിൽ സംഭവം കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു, വെറുതെയാണ് സാധനം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ, സംഭവം കൊള്ളാം, അടിപൊളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ന്യൂ അൺബോക്സിംഗ് വീഡിയോ. ബൈ.